നിലമ്പൂരിലെ മാവോയിസ്റ്റ് വേട്ട തെറ്റെന്ന് VS അച്യുതാനന്ദൻ. വ്യാജ ഏറ്റുമുട്ടലുണ്ടെന്ന് പറയാനാകില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയിൽ സർക്കാരിന് വിമർശം. തിരിച്ചടിക്കുമെന്ന് മാവോയിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് പോലീസ്. മൃതദേഹങ്ങൾ അടുത്ത മാസം 5 വരെ സംസ്കരിക്കരുതെന്ന് കോടതി. നോട്ട് വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. ആദായ നികുതി നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ജനവിരുദ്ധമെന്ന് പ്രതിപക്ഷം. നവംബർ 8 മുതലുള്ള ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങൾ നൽകാൻ BJP MPമാർക്കും MLAമാർക്കും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. സാധുവായ നോട്ടുകൾ ഉപയോഗിച്ചുള്ള നിക്ഷേപത്തിൽ നിന്ന് പരിധിയില്ലാതെ പിൻവലിക്കാമെന്ന RBI. ബ്രസീൽ 1-ാം ഡിവിഷൻ ഫുട്ബോൾ താരങ്ങൾ സഞ്ചരിച്ച വിമാനം കൊളംബിയയിൽ തകർന്നു വീണു. 76 പേർ മരിച്ചതായി സ്ഥിരീകരണം. 5 പേർ രക്ഷപ്പെട്ടു. ഉപഭോക്താക്കൾക്ക് നൽകാൻ പണമില്ലാത്തതിനെ തുടർന്ന് ഗ്രാമപ്രദേശത്തെ പല ബാങ്കുകളും ഇന്ന് അടച്ചിട്ടു. നാളെ മുതൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. 24,000 രൂപ പിൻവലിക്കാം എന്ന് സർക്കാർ പറയുമ്പോഴും ഇടപാടുകാർക്ക് 10,000-ൽ താഴെ മാത്രമേ ബാങ്കുകൾ നൽകുന്നുള്ളൂ. ഗ്രാമപ്രദേശങ്ങളിലുള്ളവരാണ് ഇങ്ങനെ കൂടുതലായി ബുദ്ധിമുട്ടുന്നത്. വിവരങ്ങളുമായി റഹീസ് റഷീദ് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്നുമുണ്ട്. റഹീസ്, 8-ാം തീയതി പ്രധാനമന്ത്രിയുടെ നോട്ട് പിൻവലിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം 20 ദിവസങ്ങൾ പിന്നിടുന്നു. 3 ആഴ്ച പിന്നിടുമ്പോഴും നോട്ടിന് വേണ്ടിയുള്ള ജനങ്ങളുടെ നെട്ടോട്ടം തുടരുന്നതായാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 24,000 രൂപ വരെ ഒറ്റയടിക്ക് ബാങ്കിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് നിക്ഷേപിക്കാം എന്ന തീരുമാനം പ്രായോഗിക തലത്തിൽ നടപ്പാകുന്നുണ്ടോ? ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, റിസർവ് ബാങ്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച ദിവസം കൂടുതൽ ആശയക്കുഴപ്പത്തിനാണ് ബാങ്ക് ഉദ്യോഗസ്ഥരെയും ഇടപാടുകാരെ സംബന്ധിച്ച് കൂടുതൽ ആശയക്കുഴപ്പം തന്നെയാണ് ഉണ്ടായത്. രാവിലെ മുതൽ കൂടുതൽ പണം, ആവശ്യത്തിനുള്ള പണം ബാങ്കുകളിൽ നിന്ന് മാറാമെന്നൊരു കണക്കുകൂട്ടലിലായിരുന്നു ഇടപാടുകാർ ഉള്ളത്. പലരും റിസർവ് ബാങ്കിന്റെ പുതിയ ഇളവുകളെ തെറ്റിദ്ധരിച്ചതാണ് ഇതിന് കാരണം. ബാങ്കുകളെ സംബന്ധിച്ച് രാവിലെ മുതൽ ഇവർക്ക് റിസർവ് ബാങ്ക് നൽകിയ ഇളവുകളെ സംബന്ധിച്ചുള്ള ഒരു വിവരമില്ലായിരുന്നു. ഉച്ചയോടുകൂടിയാണ് എല്ലാ ബാങ്കുകൾക്കും ഇത് സംബന്ധിച്ച ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇടപാടുകാരോട് നിലവിൽ 24,000 രൂപ മാത്രമേ പിൻവലിക്കാൻ കഴിയൂ എന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ ആളുകൾ ബാങ്കിൽ പണം പിൻവലിക്കാൻ എത്തിയതോടെ ബാങ്കുകളിൽ പണം തീരുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ചില ബാങ്കുകളുടെ ശാഖകൾ ഉച്ചയായപ്പോൾ തന്നെ അടയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. നഗരപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കോഴിക്കോട് ഫെഡറൽ ബാങ്ക് ശാഖയിൽ അടക്കമുള്ളവയിൽ പണം ഇല്ല എന്ന ബോർഡ് വെക്കുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായി. മറ്റൊരു പ്രശ്നം, 24,000 രൂപ മാറാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും പണമില്ലാത്തതിനാൽ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് പോലെയുള്ള ജില്ലകളിലെ നഗരത്തിലുള്ള ശാഖകളിൽ പോലും 1 രൂപ പോലും ഇടപാടുകാർക്ക് മാറി നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നുള്ളത്. ക്യാഷ് ഇല്ലാന്നാണ് പറയുന്നത്. ഇന്നും വന്ന് ക്യാഷ് ഇല്ലാന്നാണ് പറയുന്നത്. ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. ഇത് വളരെയധികം ബുദ്ധിമുട്ടിലേക്കാണ് ഈ ഒരു സ്ഥിതിവിശേഷം എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത് നേരിട്ട് തന്നെ ബാധിക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ ശമ്പളം വരും. കൂടുതൽ ആളുകൾ പെൻഷനുമായി ബന്ധപ്പെട്ട് ബാങ്കുകളിൽ വരും. ഈ സമയത്ത് കൂടുതൽ പണം ബാങ്കുകൾക്ക് ആവശ്യമായി വരും. ഇത് പ്രതിസന്ധി കൂടുതൽ കനക്കാനാണ് കാരണമാവുക എന്ന് തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുമുണ്ട്. എന്തായാലും പ്രശ്നങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പോകുന്നത്. റിസർവ് ബാങ്ക് ഇളവ് പ്രഖ്യാപിച്ചിട്ടും കൂടുതൽ ആളുകൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയും ഇന്ന് കണ്ടിട്ടില്ല. റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നത്. നോട്ട് അസാധുവാക്കൽ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായ 10-ാം ദിവസവും പ്രക്ഷുബ്ധമായി. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ വെച്ച ആദായ നികുതി നിയമ ഭേദഗതി ബിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭ ഇന്ന് പാസാക്കി. നോട്ട് അസാധുവാക്കലിന് ശേഷമുള്ള ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങൾ പാർട്ടിക്ക് കൈമാറാൻ BJP MPമാർക്കും MLAമാർക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ TK ഹരീഷ് ഡൽഹിയിൽ നിന്നുണ്ട്. ഹരീഷ്, എന്തൊക്കെയാണ് ഇന്ന് നോട്ട് പിൻവലിക്കലിനെ തുടർന്നുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധം? ഏതൊക്കെ നിലയിലാണ് ഡൽഹിയിൽ പ്രതിഫലിച്ചത്? എന്താണ് ഇന്ന് പാർലമെന്റിലും പുറത്തും നടന്ന പ്രതിഷേധ പരിപാടികൾ? നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട മറ്റ് ഡെവലപ്മെന്റ്സ്?
ഗോപി, പാർലമെന്റിൽ തുടർച്ചയായ 10ാം ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലേക്കും സമാനമായ സ്ഥിതിവിശേഷം തന്നെയാണ് ഉണ്ടായത്. ഇരുസഭകളും ആരംഭിച്ച ഉടൻ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. രാജ്യസഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് നേരത്തെ നോട്ട് പിൻവലിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങി വെച്ചതാണ്. ആ ചർച്ച തുടരണം. എന്നാൽ ചർച്ചയ്ക്ക് സാക്ഷിയായി പ്രധാനമന്ത്രി സഭയിലുണ്ടാവണം, പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് മറുപടി പറയുകയും ചെയ്യണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. എന്നാൽ ചർച്ച തുടരാം, പ്രധാനമന്ത്രി സഭയിലുണ്ടാവുമെന്ന് ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന നിലപാട് ചെയർ എടുത്തു. ഇതിനെ തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങുകയായിരുന്നു. രാജ്യസഭ രാവിലെ 2 തവണയും ഉച്ചയ്ക്ക് ശേഷം 1 തവണയുമായി 3 തവണ ഇപ്രകാരം തടസ്സപ്പെട്ടു. അതിനുശേഷമാണ് സഭാ നടപടികൾ പൂർണ്ണമായും നിർത്തിവെച്ച് ഇന്നത്തേക്ക് പിരിഞ്ഞത്. ലോക്സഭയിലും സമാനമായ സ്ഥിതിവിശേഷങ്ങൾ തന്നെയാണ് ഉണ്ടായത്. ലോക്സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ, രാജ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി വേണമെന്നാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി സഭയിലുണ്ടാവണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക്സഭയിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ആദായ നികുതി നിയമത്തിന്റെ ഭേദഗതി ബിൽ പാസാക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് ഈ ബില്ല് പാസാക്കിയത്. കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 50% നികുതി നൽകി കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബില്ല് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി സഭയിൽ മേശപ്പുറത്ത് വെച്ചിരുന്നു. ആ ബില്ല് ഇന്ന് തന്നെ പരിഗണനയ്ക്ക് എടുക്കുകയായിരുന്നു. സഭ തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ ചേർന്ന BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ MP-മാരും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ MLA-മാരും അവരവരുടെ ബാങ്ക് ഇടപാടുകളുടെ വിവരം പാർട്ടി അധ്യക്ഷൻ അമിത്ഷായെ അറിയിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കള്ളപ്പണം ഇല്ലാതെയാക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുള്ളതുകൊണ്ടല്ല സർക്കാർ ഇത്തരമൊരു നോട്ട് പിൻവലിക്കൽ നടപടി പ്രഖ്യാപിച്ചതെന്നുള്ള വിമർശനം വളരെ ശക്തമാണ്. ഇതിൽ അസാധുവാക്കലിനെ തുടർന്നുള്ള ഈ ദിനങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് രാജ്യത്തെ ജനങ്ങൾ കടന്നു പോകുന്നത്? പുതിയ ഇളവുകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോഴുള്ള ചിത്രം? ഇതാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ വിശദമായി പരിശോധിക്കുന്നത്. BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ ജോർജ് കുര്യൻ ഇനി ചർച്ചയിൽ പങ്കെടുക്കാൻ കൊച്ചി ബ്യൂറോയിൽ എത്തിയിട്ടുണ്ട്. KPCCയുടെ ഉന്നതാധികാര സമിതി അംഗം ശ്രീമതി ഷാനിമോൾ ഉസ്മാനാണ് ഇക്കാര്യത്തിലുള്ള പ്രതിപക്ഷ നിലപാട് വിശദീകരിക്കാൻ സ്പെഷ്യൽ എഡിഷനിൽ നിന്നുള്ളത്. ആലപ്പുഴ ബ്യൂറോയിൽ സാമ്പത്തികകാര്യ മാധ്യമപ്രവർത്തകൻ ജോർജ് ജോസഫ് വിലയിരുത്തും. ഈ 20 ദിവസത്തെ മോദിയുടെ പരിഷ്കാരത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരുന്നുവെന്ന്. SPT എംപ്ലോയീസ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി KS കൃഷ്ണ ബാങ്കുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഈ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാനാകും എന്ന കാര്യത്തിലുള്ള വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി പ്രൊഫസർ MG മല്ലിക, ഗുരുവായൂരപ്പൻ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ന്യൂസ് ഫ്ലോറിലുമുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, സാമ്പത്തികകാര്യ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളിൽ നിന്ന് ഈ ചർച്ച തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 20 ദിവസങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞ 8-ാം തീയതി രാത്രിയാണ് 500,000 രൂപ നോട്ട് പിൻവലിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നത്. 20 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ശ്രീ ജോർജ് ജോസഫ്. അദ്ദേഹം നമ്മളോട് ചോദിച്ചത് 50 ദിവസമാണ്, അതായത് ഇനി ശേഷിക്കുന്നത് 30 ദിവസമാണ്. ഇങ്ങനൊരു നടപടിയിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടിരുന്നത് കള്ളപ്പണം ഇല്ലാതാക്കുക, കള്ളനോട്ടുകൾ ഇല്ലാതാക്കുക. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, പ്ലാസ്റ്റിക് നോട്ടുകൾ കൊണ്ട് കാര്യങ്ങൾ സാമ്പത്തിക വിനിമയം നടത്തുന്ന ഒരു സമൂഹമാണ് ലക്ഷ്യമെന്ന്. 8-ാം തീയതി പ്രഖ്യാപനം വന്ന് തൊട്ട് പിറ്റേനാൾ മുതൽ തുടങ്ങിയതാണ് നോട്ടിന് വേണ്ടിയുള്ള ജനങ്ങളുടെ അലച്ചിൽ. ഒരുപാട് ഇളവുകൾ അതിനുശേഷം RBI പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി പറഞ്ഞ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു? 20 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ജനങ്ങൾക്ക് തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് എത്രത്തോളം അത് രൂക്ഷമായിട്ടുണ്ടോ, അത് കുറഞ്ഞു വരികയാണോ 20 ദിവസം കഴിയുമ്പോൾ? സാമ്പത്തികകാര്യ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് രാജ്യത്തെ ഈ സ്ഥിതിവിശേഷത്തെ വിലയിരുത്തുക? ഗോപികൃഷ്ണൻ, നേരത്തെ നമ്മുടെ റിപ്പോർട്ടർമാർ 2 പേരും, അതായത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു തന്നെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. കാരണം ഈ 20 ദിവസത്തിനിടയിൽ ഈ പ്രതിസന്ധിക്ക് അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം. കാരണം ഇപ്പോഴും എന്താ കാര്യമെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് വരുന്നത്. ഇപ്പം ഇന്ന് വന്ന നിർദ്ദേശം 24,000 രൂപ ഇന്ന് മുതൽ ഇടുന്ന പണത്തിൽ നിന്നും എത്ര രൂപ വേണമെങ്കിലും എടുക്കാം എന്നുള്ളൊരു നിർദ്ദേശം വന്നു. പക്ഷേ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് പല ബാങ്കുകളിൽ സാധുവായ നോട്ടുകൾ ഇടാം. പക്ഷേ നേരത്തെ ഇത് ഇന്ന് ബാങ്കിൽ ചെന്ന പലർക്കും ആ രീതിയിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ ബാങ്കുകളിൽ ഈ നിർദ്ദേശം വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതിലേക്ക് വരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ച ഒരു വ്യക്തി, അദ്ദേഹം ഒരു സിവിൽ കോൺട്രാക്ടറാണ്, കെട്ടിട നിർമ്മാണവും മറ്റും കാര്യങ്ങളും നടത്തുന്ന ആളാണ്.
അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പണി നിർത്തിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കീഴിൽ 50ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, ബാങ്കിൽ നിന്ന് പണം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിർത്തിവെക്കുക അല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതുപോലെ ഒരുപാട് വ്യാപാര രംഗത്തുള്ള സുഹൃത്തുക്കൾ എല്ലാം സംശയങ്ങളും കാര്യങ്ങളുമായിട്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ അവരുടെ വ്യാപാരത്തിലുണ്ടായിരുന്ന ഇടിവ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ന്യൂയോർക്ക് ടൈംസിൽ ഇന്ത്യയുടെ മുൻ സാമ്പത്തികാര്യ ഉപദേഷ്ടാവ് കൗശിക് ബസു, അദ്ദേഹം വേൾഡ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റുമായിരുന്ന ആളാണ്. അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ രസകരമായ കാര്യമാണ്. ഈ പിൻവലിക്കപ്പെട്ട 500 രൂപ നോട്ടുകൾ ഉടനടി ഇന്ത്യ ഗവൺമെൻറ് ലീഗൽ ടെൻഡർ ആക്കണം, അല്ലെങ്കിൽ അതീവ ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ ഇക്കോണമി പോകും എന്ന് കൗശിക് ബസു പറയുന്നു. കൗശിക് ബസു അത് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ വിരോധം തീർക്കുന്നതാണോ എന്നെനിക്കറിയില്ല. അത് ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൽ എഴുതിയ ലേഖനമാണ്. അപ്പോൾ ആ രീതിയിൽ ഈ പ്രശ്നത്തിൻ്റെ ആഴവും പരപ്പും ഓരോ ദിവസവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇന്നും നമുക്ക് ഏറ്റവും ഒരു ഉദാഹരണം പറയാം. 500ൻ്റെ നോട്ട് യഥേഷ്ടം വന്നിരുന്നെങ്കിൽ പ്രതിസന്ധി വലിയൊരളവോളം ഇല്ലാതാകുമായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം? 500ൻ്റെ നോട്ട് 1ഉം 2ഉം അല്ലെങ്കിൽ ഒരെണ്ണമൊക്കെ നമുക്ക് മരുന്നിന് കിട്ടുന്നത് പോലെ കിട്ടുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2000ൻ്റെ നോട്ട് പല ആളുകളുടെ അടുത്ത് യഥേഷ്ടമുണ്ട്. പക്ഷേ അതേപോലെ തന്നെ നേരത്തെ തന്നെ ഇത് തയ്യാറെടുത്തിരുന്നുവെന്നും 500ൻ്റെ നോട്ട് അടിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 500ൻ്റെ നോട്ട് സർക്കുലേഷനിലേക്ക് വരുന്നില്ല കാര്യമായിട്ട്. നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പല ബാങ്കുകളിലും പണമില്ല എന്ന് ബോർഡ് തൂക്കിയിടേണ്ടി വന്നു. ആളുകൾ ഇതിലേക്ക് പോയി. ഇതിപ്പോൾ റിസർവ് ബാങ്ക് അല്ല, നമ്മുടെ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു. അതായത് ഒരുപക്ഷെ രാജ്യത്തെ കലാപത്തിലേക്ക് നയിച്ചുകൂടായികയില്ല എന്ന്. നിങ്ങളെന്താണ് ഇതൊന്നും ശ്രദ്ധിക്കാത്തതെന്ന് ഗവൺമെൻറ്റിനോട് നമ്മളാരുമല്ല ചോദിച്ചത്, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് ചോദിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ വിലയിരുത്തുമ്പോൾ ഇത് അതീവ സങ്കീർണമായ ഒരു ഗുരുതര പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോവുകയാണോ ഇനി വരുന്ന ദിവസങ്ങളിൽ? അല്ല, അത് നമ്മൾ സങ്കീർണത കുറയും എന്നാണ്. കാരണം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസവും കഴിയും തോറും അതിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരികയാണ് ചെയ്യാറ്. ഇപ്പോൾ നമുക്കറിയാം 8-ാം തീയതി 2 ദിവസം ATM അടച്ചിട്ട് 1 ദിവസം ബാങ്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വരുന്നതിന് പകരം കാര്യങ്ങൾ സങ്കീർണാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഞാൻ പറയുന്നതല്ലല്ലോ. ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസിന് കള്ളപ്പണവേട്ട കോൺഗ്രസ് അതിനോട് യോജിക്കുന്നുണ്ട്. കള്ളനോട്ട് നിരോധനം അതിനുവേണ്ടി എടുക്കുന്ന നടപടികളെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിമർശം ഇത് വേണ്ടത്ര ആലോചനകളില്ലാതെ, വേണ്ട കൂടിയാലോചനകളില്ലാതെ, തയ്യാറെടുപ്പുകളില്ലാതെ, ആസൂത്രണമില്ലാതെ ഏകപക്ഷീയമായി നടപ്പാക്കപ്പെട്ടു എന്നതായിരുന്നു. 50 ദിവസത്തെ സമയം പ്രധാനമന്ത്രി ചോദിച്ചു. 20 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. സങ്കീർണമാകുന്നു സാഹചര്യം എന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇത് പ്രധാനമന്ത്രി വിചാരിച്ച സ്ഥലത്ത് കാര്യങ്ങൾ നിർത്താതെ അദ്ദേഹത്തിന്റെ കൈവിട്ടു പോയി എന്നാണോ പ്രതിപക്ഷം വിലയിരുത്തുന്നത്? ഗോപി, പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നവർ തന്നെയാണ്. ഇതിനകത്ത് വന്നുപോയ പ്രശ്നമെന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ BJPയുടെ നേതാക്കന്മാർ ഒന്ന് തയ്യാറായിരുന്നെങ്കിൽ കുറേ കൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും ഇതെന്താ, ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ തയ്യാറില്ല, ഇത് സംബന്ധിച്ച് പറയാൻ തയ്യാറില്ല. എന്നിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കഴിഞ്ഞ ദിവസം ഗോവയിൽ നടത്തിയ പ്രസംഗം നമ്മൾ കണ്ടല്ലേ, നെഞ്ചത്തടിച്ച് ഇന്ന് വരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യല്ലേ. ഇത്ര ഭീരുവായ ഒരു പ്രധാനമന്ത്രി ഉണ്ടോ? ചങ്കൂറ്റമായ തീരുമാനമാണെങ്കിൽ അദ്ദേഹം അത് നിന്ന് നിലപാടെടുത്ത് ഇന്ത്യൻ പാർലമെൻറ്റിലടക്കം ചർച്ച ചെയ്യാൻ തയ്യാറാകണമായിരുന്നു. ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്ത് പറഞ്ഞാലും ഒരു രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയും, പണം വേട്ടയെക്കുറിച്ച് പറയും. അങ്ങനെ ഇതെല്ലാം തങ്ങൾക്ക് മാത്രമാണ് രാജ്യസ്നേഹമുള്ളത് എന്നൊക്കെ വരുത്തി തീർക്കുവാൻ ഉള്ള പരിശ്രമം നടക്കുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. സാമ്പത്തിക വിദഗ്ധരുമായിട്ട് ആലോചിച്ചുകൊണ്ടും റിസർവ് ബാങ്കിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ടും ആലോചിച്ചുകൊണ്ടൊക്കെയല്ലേ ഇതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇവിടെ എന്താ ആരുമായിട്ട് ആലോചന നടത്തിയത്? ഇവിടെ ഇപ്പം തന്നെ കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ഒരു പ്രധാനമന്ത്രിക്ക് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ പറയാൻ കഴിയുമായിരുന്ന കാര്യമായിരുന്നോ ഈ നോട്ട് ഡീമോണിറ്റൈസേഷനെ കുറിച്ച് നടത്തിയിട്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ? അതിൻ്റെ ശരിയും തെറ്റും വരെ ചർച്ച ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എല്ലാം ഒരു തരത്തിലുള്ള വേറൊരു മാനസികാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം തന്നെത്താൻ പ്രഖ്യാപനം നടത്തുന്നു. റിസർവ് ബാങ്കിൻ്റെ ഗവർണർ നടത്തേണ്ട അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഇതിനൊക്കെ അപ്പുറമായിട്ട് സേനകളുടെ
അധിപന്മാരെ വിളിച്ചു കൂട്ടിക്കൊണ്ടാണ് ആലോചന നടത്തിയത്. എന്തിനു വേണ്ടി ആലോചന നടത്തി? ഇപ്പോൾ പലരും പറയുന്നത് പോലെ രാജ്യത്ത് നോട്ടിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ കലാപങ്ങളിലേക്ക് പോകും. സുപ്രീം കോടതി അടക്കം ഇന്ന് ഭയപ്പെടുകയാണ്, ആശങ്കപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്ത് വലിയ കലാപങ്ങൾ നടക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? ഭോപ്പാലിൽ റേഷൻ കട കുത്തി തുറന്ന് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഗോതമ്പ് പോലും കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായപ്പോൾ ധാന്യങ്ങൾ എടുക്കാൻ വേണ്ടി കുത്തി തുറന്ന് നമ്മൾ കണ്ടതാ. ഇതൊന്നും രാഷ്ട്രീയക്കാർ, കോൺഗ്രസിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നോട് പറയുന്നതല്ലേ, സത്യങ്ങളാണ്. ജോർജ് കുര്യൻ, ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാം. പ്രതിപക്ഷത്തിന്റെ കണ്ണിൽ നോക്കി കാര്യങ്ങൾ വിശദീകരിക്കാൻ, പാർലമെന്റിൽ വന്ന് വിശദീകരിക്കാൻ എന്താണ് പ്രധാനമന്ത്രിക്ക് മടി? എന്താണ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ ഒരു താല്പര്യക്കുറവ്? എന്തുകൊണ്ടാണ് അദ്ദേഹം മൻ കി ബാത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യൻ ജനതയിൽ നിന്ന് ഒളിച്ചു കളിക്കുന്നത്? എന്തുകൊണ്ട് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല? പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അത്? അല്ല ഗോപികൃഷ്ണ, ആദ്യം ജനങ്ങളുടെ പ്രശ്നം പറയാം. ഇന്ന് ബാങ്കിൽ ചെന്നപ്പോൾ ആവശ്യത്തിന് പണം കിട്ടാതിരിക്കാൻ കാരണം ഇന്നലെ ബന്ദായിരുന്നു. ഇന്നലെ ഈ നോട്ടുകൾ നിറയ്ക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പണം അധികം കൊടുക്കാൻ സാധിക്കാതിരുന്നത്. കാരണം ഇതിനിടയിൽ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ കലാപത്തിന് ഒരുക്കണം എന്നുള്ളതൊക്കെ ധാരണയിലായിരിക്കണം ഒരു ബന്ദ്. ഇത് കേരളത്തിൽ മാത്രമാണ് നടന്നത്. അതുകൊണ്ട് കേരളത്തിലെ ബാങ്കുകളിൽ പണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊന്ന്, ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നാണ് ഈ പ്രധാനമന്ത്രി എന്നും വന്ന് മറുപടി പറയുന്നത്? മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ പ്രണബ് കുമാർ മുഖർജിയല്ലേ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം പ്രസിഡന്റ് ആകുന്നിടം വരെയും? അതിനുശേഷം ചിദംബരമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഏത് പ്രധാനമന്ത്രിയാണ് എല്ലാ കാര്യത്തിനും ഈ പ്രതിപക്ഷം പറയുന്നതിനനുസരിച്ച് മറുപടി പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രിയല്ലേ പറയേണ്ടത്? ആ മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവർക്ക് മതിയാവില്ലേ? ജനങ്ങളുടെ പ്രശ്നമല്ലേ, അല്ലാതെ ഇവിടെ പ്രധാനമന്ത്രി പ്രസംഗിക്കണം എന്നാണോ പ്രധാനപ്പെട്ട കാര്യം? ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നില്ലേ? അതിനുവേണ്ടിയല്ലേ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ എ ടി എമ്മിലും ഇപ്പോൾ 2000-ൻ്റെ നോട്ടുണ്ട്, അംഗീകരിക്കുന്നുണ്ടല്ലോ. 500-ൻ്റെ നോട്ട് വകുപ്പ് മന്ത്രി പോലും അറിയാതെയാണല്ലോ സാർ ഈ കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നില്ലേ ശ്രീ ജോർജ് കുര്യൻ? ആ വകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചിച്ച്, ഒരു ക്യാബിനറ്റിൽ യഥാവിധി കാര്യങ്ങൾ കൂടിയാലോചിച്ച് ജനാധിപത്യപരമായി നടപ്പാക്കപ്പെട്ടതാണ് ഈ കാര്യങ്ങളെന്ന് താങ്കൾ മാത്രമല്ലേ പറയൂ? നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ മാത്രമല്ലേ പറയൂ? അല്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നില്ലേ? അല്ല ഗോപികൃഷ്ണ, ഇത് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് ക്യാബിനറ്റ് കൂടിയിരുന്നില്ലേ? ഈ ഇന്ത്യയിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു, മാധ്യമങ്ങളും കാണിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് കൂടിയതിന് ശേഷമാണ് ഈ പ്രഖ്യാപനം വരുന്നത്. പ്രസിഡന്റിനെ പോയി കണ്ട് പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ അങ്ങനെയല്ലേ കൂടിയാലോചന എന്ന് പറയുന്നത്? അത് ഓരോ മന്ത്രിമാരോട് വ്യക്തിപരമായിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? 8-ാം തീയതി നടത്തിയ പ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയതാണ്, മുൻകൂട്ടി തയ്യാറാക്കി സംപ്രേഷണം ചെയ്തതാണെന്ന് ദൂരദർശൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ വാർത്തയായത് താങ്കൾ അറിഞ്ഞില്ലേ ശ്രീ ജോർജ് കുര്യൻ? ഈ ഗോപികൃഷ്ണനെ പോലെയുള്ളവരാണല്ലോ മാധ്യമ ഫീൽഡിലുള്ളവർ. അവർക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. മുൻകൂട്ടി തയ്യാറാക്കിയെന്നോ ഇല്ലെന്നോ ഒക്കെ പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ പറഞ്ഞതല്ല ശ്രീ ജോർജ് കുര്യൻ, ഞാൻ പറഞ്ഞതല്ല. താങ്കൾ പത്രം വായിക്കണം. ദൂരദർശന്റെ പ്രതിനിധി പറഞ്ഞതാണ്, ഇല്ല എന്നുള്ള ദൂരദർശന്റെ പ്രതിനിധി വെളിപ്പെടുത്തിയതാണ് ശ്രീ ജോർജ് കുര്യൻ. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ വാർത്ത കെട്ടിച്ചമച്ച് ഈ ചർച്ചയിൽ കൊണ്ടുവരികയല്ല. ഗോപികൃഷ്ണ, ഈ ക്യാബിനറ്റ് കൂടിയില്ല എന്നുള്ള അങ്ങയുടെ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? ക്യാബിനറ്റ് കൂടിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചതല്ല, അതിന് മുൻപ് തന്നെ ഈ പ്രഖ്യാപനം നടത്താൻ ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ക്യാബിനറ്റ് കൂടിയില്ല എന്നല്ല. അല്ല, അത് ഇന്ന് കിട്ടിയ ന്യൂസല്ലേ? ആദ്യം പറഞ്ഞു വന്നത് ആരുമായിട്ടും ആലോചിച്ചില്ല, പ്രധാനമന്ത്രി സ്വയം എടുത്ത തീരുമാനമാണ്. ഇതുവരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ചെയ്തിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. പ്രസിഡന്റിന്റെ അടുത്ത് പോയിട്ട് അനുവാദം വാങ്ങിച്ചു. ജോർജ് കുര്യൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നത് നവംബർ 8-ാം തീയതി രാത്രി
പ്രധാനമന്ത്രി രാജ്യത്തെ തത്സമയം അഭിസംബോധന ചെയ്യും എന്നതായിരുന്നു. ശരിയല്ലേ? എന്നാൽ ഇത് മുൻകൂട്ടി തയ്യാറാക്കി സംപ്രേഷണം ചെയ്തതാണെന്നാണ് ദൂരദർശൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ. ആ വാർത്ത താങ്കൾ കേട്ടോ? ആ വാർത്ത താങ്കൾ കണ്ടോ? അല്ല ഗോപികൃഷ്ണ, ആദ്യം പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങ് പിൻവലിക്കണം. പ്രധാനമന്ത്രി ക്യാബിനറ്റിനോട് ചോദിക്കാതെ, ആരോടും ചോദിക്കാതെയാണ് ഇത് പ്രഖ്യാപിച്ചതെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകനായ അങ്ങ് ആദ്യം പറഞ്ഞു. നവംബർ 8-ാം തീയതി ക്യാബിനറ്റ് ചേരുന്നതിന് മുൻപ് തന്നെ നവംബർ 8-ാം തീയതി ക്യാബിനറ്റ് ഞാനൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഈ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഞാനൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഞാനൊരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ജനങ്ങളെ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി പറയുന്നതല്ലേ ആ കടലാസാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പറയുന്ന കടലാസിൻ്റെ അടിസ്ഥാനത്തിലാണോ ചർച്ച ചെയ്യുന്നത്? പ്രധാനമന്ത്രി എല്ലാ നടപടിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങേക്ക് പറ്റിയ തെറ്റ് അങ്ങ് തിരുത്തണം. ഏത് പ്രധാനമന്ത്രിയും ചെയ്യുന്നത് ഇങ്ങനെയാണ്, അല്ലാതെ അതിന് മുമ്പ് വിളിച്ചു പറയല്ല ഞാനിത് ചെയ്യാൻ പോവാണ്, അത് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയല്ല, ക്യാബിനറ്റിലാണ് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ രഹസ്യമുള്ള ഒരു സ്വഭാവമുള്ള ഒരു കാര്യം. ശ്രീ ജോർജ് ജോസഫ് താങ്കൾ കണ്ടോ ഈ റിപ്പോർട്ടുകളെല്ലാം? ഞാൻ കണ്ടിരുന്നു. ഇങ്ങനെയൊരു വാർത്ത ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാരണം ദൂരദർശനിലെ ഒരു ജീവനക്കാരൻ അദ്ദേഹം 2 ദിവസം മുമ്പ് ഇത് റെക്കോർഡ് ചെയ്തിരുന്നതാണെന്നും അദ്ദേഹത്തിന് നേരത്തെ പറയാൻ കഴിഞ്ഞില്ലെന്നും വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ച ശേഷം ഞാനിത് വെളിപ്പെടുത്തുകയാണെന്നും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഡൽഹിയിലെ ചില പത്രപ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഡൽഹിയിലൊരു പത്രസമ്മേളനം വരെ നടത്തിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ മീഡിയ അത് വേണ്ട വിധത്തിൽ കൊടുത്തില്ല. പിന്നീട് ഇത് ഏതൊക്കെയോ ഓൺലൈൻ സൈറ്റുകളിലും മറ്റു രീതിയിലും ഈ വാർത്ത വന്നിരുന്നു. പക്ഷേ അതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ജോർജ് ഗിരിയനോ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് നമ്മൾക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടതാണ്. ഞാനും ആ വാർത്തയാണ് കോട്ട് ചെയ്തത്. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ എന്ത് പിൻവലിക്കണമെന്നാണ് പറയുന്നത്? ഞാൻ ആ വാർത്തയാണ് കോട്ട് ചെയ്തത് താങ്കളോട്. അല്ലല്ല ഗോപികൃഷ്ണ, ഇതേ ചാനൽ തന്നെ എന്നോടൊരിക്കൽ വിളിച്ച് ചോദിക്കുന്നു, യോഗ ടീച്ചേഴ്സായിട്ട് മുസ്ലിംസിനെ എടുക്കില്ല എന്ന് വിവരാവകാശ നിയമം അനുസരിച്ച് ഉത്തരം കിട്ടിയിരിക്കുന്നു, ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പത്രത്തിൽ വന്നു, ഡൽഹിയിലെ ഒരു പത്രപ്രവർത്തകൻ കെട്ടിച്ചമച്ചതായിരുന്നു, അത് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയതല്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ആരെങ്കിലും പറയുന്ന, ഇത് എന്നോട് ഈ ചാനൽ തന്നെ ചോദിച്ചതാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് തെറ്റാണ്, കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണ് ആ ഉത്തരം തന്നെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, ഇതാ ഞങ്ങളുടെ കിട്ടിയിരിക്കുന്നു, അതിൻ്റെ കോപ്പി കിട്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതേ ചാനൽ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം എല്ലാ പത്രത്തിലും വന്നു. ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ സ്വയം ഉണ്ടാക്കിയ ഒരു ന്യൂസാണ്, വിവരാവകാശ നിയമം പ്രകാരം കിട്ടിയതല്ല എന്ന്. അതുകൊണ്ട് ആ ചരിത്രമുള്ള ഈ ചാനൽ ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാതെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കിട്ടാതെ പറയരുത് പ്രധാനമന്ത്രിക്കെതിരെ. താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിവരം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് ചാനലിന്റെ ക്രെഡിബിലിറ്റിയെ തകർക്കുന്ന തരത്തിൽ അതിനെ മറച്ചിട്ട് തിരിച്ചു ചോദ്യം ചെയ്യുന്ന രീതി, ശ്രീ ജോർജ് കുര്യൻ, അത് താങ്കളെ പോലുള്ളവർ അവസാനിപ്പിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ടെലഗ്രാഫ് പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു പത്രം സത്യേന്ദ്ര എന്ന ദൂരദർശൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ താങ്കൾ ഇത്ര അസ്വസ്ഥനാകേണ്ട കാര്യമില്ല ശ്രീ ജോർജ് കുര്യൻ. താങ്കൾ ഇത്ര അസ്വസ്ഥനാകേണ്ട കാര്യമില്ല ശ്രീ ജോർജ് കുര്യൻ. ഈ ചാനലിന്റെ പ്രേക്ഷകർ തന്നെ കണ്ടിട്ടുണ്ടാകും, യോഗ ടീച്ചേഴ്സായിട്ട് മുസ്ലിം സമുദായത്തിലുള്ളവരെ എടുക്കില്ല എന്ന വിവരാവകാശ നിയമം അനുസരിച്ച് ഇതുപോലെ ഒരു പേപ്പർ പൊക്കി നവംബർ 8-ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയതാണെന്ന ദൂരദർശൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ അതിൽ ഇത്രയും അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ സത്യാസത്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇതൊരു വാർത്ത മുന്നിൽ വന്നിട്ടുണ്ട്, ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ശ്രീ ജോർജ് കുര്യൻ, ഞാൻ ഈ ചർച്ചയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകും. ഏത് തെറ്റാണ്? താങ്കൾ വായിച്ചിട്ടുണ്ടോ ഈ വാർത്ത? എന്ത് തെറ്റാണ്? നേരത്തെ കാണിച്ച പോലെയുള്ള ഒരു തുണ്ട് കടലാസ്
നാളെ അത് തെറ്റാണെന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനലിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നാളെ ഈ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം ഈ ചാനലിലുണ്ട് ശ്രീ ജോർജ് കുര്യൻ. അങ്ങനെ കൊടുക്കാനുള്ള ആർജവം ഈ ചാനലിലുണ്ട് ശ്രീ ജോർജ് കുര്യൻ. ഞങ്ങൾ അങ്ങനെ കൊടുക്കും ശ്രീ ജോർജ് കുര്യൻ. ഈ ചാനൽ റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇനി കാണിക്കരുത്. ഒരിക്കൽ പറ്റിയല്ലോ. ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ താങ്കളെ പോലുള്ള ഈ ചർച്ചയിൽ വരുമ്പോൾ ഞാൻ ഇനിയും ഇക്കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കും. അതിപ്പോ മറുപടി പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. ഇത് തന്നെ വീണ്ടും ഞാൻ പറയും. താങ്കൾ പറയും. ഞാൻ അടുത്ത ഭാഗങ്ങളിലേക്ക് അത് താങ്കൾ പറയാം. SPT എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി KS കൃഷ്ണ. ശ്രീ KS കൃഷ്ണ, ഇവിടെ ജോർജ് കുര്യൻ പറഞ്ഞത് ഇന്ന് ബാങ്കുകളിൽ പണമില്ല, അതിന് കാരണം ഇന്നലെ ഹർത്താലായിരുന്നു, അതുകൊണ്ട് ബാങ്കുകളിൽ പണം നിറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. 24,000 രൂപ വരെ പിൻവലിക്കാൻ, ചെക്ക് കൊടുത്ത് പിൻവലിക്കാം എന്നാണ് നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. സാധാരണക്കാരായ ജനങ്ങൾ വരി നിന്ന് ചെക്ക് ലീഫുമായി നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ 10,000 പോലും കൊടുക്കുന്നില്ല. അത് വെട്ടിച്ചുരുക്കി 5,000 ആക്കാൻ പറയുന്നു, 2,000 ആക്കാൻ പറയുന്നു, 1,000 കൊടുക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ബാങ്കുകളിൽ ആവശ്യത്തിന് പണം എത്തുന്നില്ലേ? ഇന്നലത്തെ ഹർത്താൽ മാത്രമാണോ അതിന് കാരണം? എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ശ്രീ KS കൃഷ്ണ. ഗോപി, ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ മൻ കി ബാത്ത് പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് 8-ാം തീയതിക്ക് ശേഷം രാജ്യത്ത് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പ്രയാസം ലഘൂകരിക്കുന്ന വിഷയത്തിൽ ബാങ്ക് ജീവനക്കാർ മുൻപന്തിൽ നിന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്നലെ ബന്ധാണെങ്കിൽ പോലും ബാങ്കുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, നമ്മുടെ വാഹനങ്ങൾക്ക് തടസ്സമൊന്നും നേരിട്ടിട്ടില്ല. ഇന്ന് വൈകുന്നേരം റിസർവ് ബാങ്കിന് ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ കേരള ഘടകം ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിൽ സൂചിപ്പിക്കുന്നത് സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. കാരണം കറൻസി ലഭ്യതയാണ് വിഷയം. നമ്മുടെ സംസ്ഥാനത്ത് 6,000 ബാങ്ക് ശാഖകളുണ്ട്. 4,000 പൊതുമേഖലാ ബാങ്ക് ശാഖകളുണ്ട്, 2,000 സ്വകാര്യ ബാങ്ക് ശാഖകളുണ്ട്. പക്ഷേ പൊതുമേഖല അടക്കമുള്ള ബാങ്ക് ശാഖകളിൽ പലതിലും കറൻസി ഷോർട്ടേജ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലെ പല ശാഖകളിലും ഇടപാട് നിർത്തിവെക്കേണ്ടി വന്നു, പല പണലഭ്യത ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരേണ്ടി വരുന്നു. ഇതിനാരാ ഉത്തരവാദി? യാതൊരുവിധ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ റിസർവ് ബാങ്ക് 2,200 കോടി പീസസ് പിൻവലിക്കുമ്പോൾ 14 ലക്ഷം കോടി രൂപയുടെ ഇതാണ് പിൻവലിച്ചിരിക്കുന്നത്. പക്ഷേ പകരം അതിന് റീപ്ലേസ്മെൻറ്റ് എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു ഫ്രാക്ഷൻ പോലും ഇന്ന് റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ 2,000 നേരത്തെ കൂട്ടി അടിച്ചു വെച്ചതുകൊണ്ട് അത്രയും ആശ്വാസം. പക്ഷേ 2,000 കൊണ്ട് പ്രശ്നം തീരുന്നില്ല. കാരണം സ്മോൾ ഡിനോമിനേഷൻ നോട്ട്സ് സർക്കുലേഷൻ വരാതെ പ്രശ്നം തീരുന്നില്ല. അപ്പോൾ 2,000 ATM ലഭിച്ചാൽ പോലും വീണ്ടും ബാങ്ക് ശാഖകളിൽ തന്നെ കസ്റ്റമേഴ്സ് വരുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ സാലറി പേയ്മെൻറ്റ് വരാൻ പോകുന്നു, നാളെ മുതൽ പെൻഷൻ പേയ്മെൻറ്റ് വരാൻ പോകുന്നു. അവിടെയൊക്കെ ഓരോ ബാങ്ക് ശാഖകൾ 1,000-2,000 മിനിമം അക്കൗണ്ട്സ് ഉണ്ട്, സാലറി പെൻഷൻ അക്കൗണ്ട്സ്. അപ്പോൾ ആ അക്കൗണ്ട്സ് ആ ആവശ്യം മീറ്റ് ചെയ്യണമെങ്കിൽ 24,000 ആണിപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത്. അതുപോലും നിർവഹിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് നമ്മുടെ കറൻസി ലഭ്യത വന്നിരിക്കുന്നത്. അവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ നോട്ട് എല്ലാ മേഖലയിലും എത്തിച്ചില്ല എങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നോട്ട് 500 രൂപ നോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകിയാണ് വന്നത്. അങ്ങനെ വന്നിട്ടും ആവശ്യത്തിന് ലഭ്യമായിട്ടില്ല എന്ന വസ്തുതയാണ്. നിർഭാഗ്യവശാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് ക്ലീൻ നോട്ട് പോളിസിയിൽ അതിന് ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ റിസർവ് ബാങ്കിൽ അടച്ചിട്ടുള്ള മുഷിഞ്ഞ നോട്ടുകൾ ഒക്കെ തന്നെ വീണ്ടും സർക്കുലേഷൻ വരികയും അത് നമ്മുടെ ജീവനക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും അലർജി മൂലം ലീവ് എടുത്ത് പോകേണ്ട സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ പോലും ജനങ്ങൾക്ക് അങ്ങനെയെങ്കിലും ലഭ്യമാകട്ടെ എന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയാണ്. പക്ഷേ ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശീയ തലത്തിൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടത്തുന്നത്. ആവശ്യത്തിന് കറൻസി ഉണ്ട് എന്നുള്ള പ്രഖ്യാപനം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ അത് പ്രാക്ടിക്കൽ ഗ്രൗണ്ട് റിയാലിറ്റി ബ്രാഞ്ച് തലത്തിൽ അത് എത്തിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് പ്രയോജനം വരുള്ളൂ. പക്ഷെ അതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ എല്ലാ ഓഫീസുകളിലും സക്രിയമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് കറൻസി നോട്ട് ബാങ്ക് ശാഖകൾ വരുന്നില്ലെങ്കിലും, അതായത് ശ്രീ KS കൃഷ്ണ, താങ്കൾ പറയുന്നത് 24,000 രൂപ വരെ പിൻവലിക്കാം എന്ന് പറയുമ്പോഴും അത് കൊടുക്കാൻ പറ്റുന്ന സ്ഥിതിയിലല്ല ഇപ്പോൾ ബാങ്കുകളുള്ളത്. അതായത് ഒരു പ്രഖ്യാപനമായി അത് നിലനിൽക്കുമ്പോഴും ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നില്ല. കാരണം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ല. അങ്ങനെയല്ലേ? അതാണ് വസ്തുത. അതുകൊണ്ട്
ഈ പണലഭ്യത, കറൻസി ലഭ്യത വർദ്ധിപ്പിക്കുന്ന നടപടി റിസർവ് ബാങ്ക് സ്വീകരിച്ചേ മതിയാകൂ. ഇല്ല എങ്കിൽ നമ്മുടെയൊക്കെ ചർച്ചകളൊക്കെ പോകേണ്ടത് ജനകേന്ദ്രിതമാകണം. അപ്പോൾ അവിടെ വരുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് പാവപ്പെട്ട ജനങ്ങൾ, ഇപ്പോൾ സാലറി പറഞ്ഞു, പെൻഷൻ പറഞ്ഞു, ഇനി പാല്, പത്രം, വാടക, ഫീസ്, ഒരുപാട് വിഷയങ്ങൾ ഈ ദിവസങ്ങൾ വരാൻ പോവാണ്. അവിടെ ജനങ്ങളെ വീണ്ടും ദുരിതത്തിലാഴ്ത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പോയാൽ ഞങ്ങൾ ഭയപ്പെടുന്നത് ബാങ്ക് ശാഖകളിലാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം വരിക. കാരണം അവിടെ ദേഷ്യം തീർക്കുന്ന ബാങ്ക് ജീവനക്കാരോടായിരിക്കും. അവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി നൽകിയില്ലെങ്കിൽ ബാങ്ക് ജീവനക്കാർ നിസ്സഹായരാണ്. ഞങ്ങൾ എത്ര സമയം വരെ പണിയെടുക്കാൻ തയ്യാറാണ്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ രാത്രി 11 മണി 12 മണി ഒക്കെ പണിയെടുത്തിട്ടുണ്ട്. ഇനി ആ ജോലി നിർവഹിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ അവിടെ ബാങ്ക് ശാഖകളിൽ ബ്രാഞ്ചസ് അടച്ചു പൂട്ടിയിടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായാലോ? അപ്പോൾ അതിന് പരിഹാരം ധനമന്ത്രാലയം ഇടപെടണം. റിസർവ് ബാങ്ക് ഇടപെട്ടാൽ മാത്രം പ്രശ്നത്തിന് പരിഹാരമാകുള്ളൂ. അല്ലാതെ ഇളവുകൾ മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രം. പ്രൊഫസർ MG മല്ലിക, മാഡം, 20 ദിവസങ്ങൾ കഴിയുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത്, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിച്ചിട്ടുള്ള കുഴപ്പങ്ങൾ, അതിൻ്റെ ബലഹീനതകൾ, അതിന് സംഭവിച്ചിട്ടുള്ള ദുർബലത, അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ്? എങ്ങനെയാണ് അതിൽ നിന്ന് ഒരു പുനർജീവനം ഉണ്ടാകാൻ സാധ്യതയുള്ളത്? എന്തായിരിക്കും ഇതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട്? നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പറയുന്ന കള്ളപ്പണം ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്തരത്തിലെ ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് കണക്കുകൾ കാണിക്കുന്നത് നമ്മുടെ GDP-യുടെ 30% കള്ളപ്പണം ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണ്. 30%, 25-30% കള്ളപ്പണം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികം 14 ലക്ഷം കോടി രൂപ കറൻസി നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ അത് 14 ലക്ഷം കോടിയും കള്ളപ്പണമാണെങ്കിൽ അത് ഏകദേശം 37% കള്ളപ്പണം മാത്രമേ വരുന്നുള്ളൂ. നമുക്കറിയാം 14 ലക്ഷം ഒരിക്കലും കള്ളപ്പണം അല്ല. അതിൽ 20% കള്ളപ്പണം എന്നുണ്ടെങ്കിൽ ആകെ കള്ളപ്പണത്തിൻ്റെ 7% മാത്രമാണ് എന്ത് കള്ളപ്പണം ക്യാഷ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. ബാക്കി 93% എന്ത് അസറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ 7% കള്ളപ്പണം ഇല്ലാതാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഈ പറയുന്നത് ഇത്രയും വില കൊടുത്തുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ്, ഇന്ത്യൻ ഇക്കോണമിയിലെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് റിസർച്ച് ടീം, നമുക്കറിയാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി NIPFP, അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിലുള്ള ഓട്ടോണമസ് റിസർച്ച് യൂണിറ്റാണ്. കേന്ദ്രതലത്തിൽ ഡൽഹിയിലുള്ള ടാക്സ് റിസർച്ച് ടീം നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർ പറയണത് അവർ ഷോർട്ട് ടേം ഇമ്പാക്റ്റ്, മീഡിയം ടേം ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ മാക്രോ എക്കണോമിക് ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിലേക്ക് തരംതിരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, അവർ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പറയുന്നതൊന്നും തന്നെ ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് പറയണത്. അപ്പോൾ അതിന്റെ ഓരോ തരത്തിലേക്കുള്ള ഇതിൽ എനിക്ക് അറിയാൻ താല്പര്യമുള്ളത് ആദ്യം ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം എന്തായിരിക്കും? നമ്മൾ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണല്ലോ ഈ ഒരു നടപടിയിലേക്ക് കേന്ദ്രം ഇടപെടുന്നത്. ഇതിനകത്ത് നമ്മളിപ്പം 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പറഞ്ഞു കള്ളപ്പണം ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കള്ളപ്പണം എന്ന് പറഞ്ഞാൽ 7% വരുന്ന കള്ളപ്പണം ആണ് എന്ത് ചെയ്യാൻ പറ്റുക ഈ ഒരു പ്രോസസ്സിലൂടെ. 7%, 8% അതുപോലും നമുക്കറിയില്ല. അതാണ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്. അത് തന്നെ നമുക്കറിയാം. ഈ ഇന്നീക്വാലിറ്റി, കള്ളപ്പണം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ അഴിമതി എന്ന് പറയുന്നതോ ഒരിക്കലും എന്തല്ല ഒരു നമുക്കത് ഒരു ഇക്കോണമിയിലുള്ള യഥാർത്ഥ പ്രശ്നമല്ല. അത് നിലനിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള ഇന്നീക്വാലിറ്റിയിലെ അസമത്വത്തിൻ്റെ സൃഷ്ടിയാണ് ഇത്തരത്തിലേക്കുള്ള കള്ളപ്പണവും അഴിമതിയൊക്കെ. അപ്പം നമ്മൾ ഒരു അഴിമതിയെ അല്ലെങ്കിൽ അഴിമതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന അല്ലെ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അകത്ത് ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതിനെ കുറിച്ച് നല്ല കൃത്യമായ പഠനം നടത്തുകയാണെങ്കിൽ ഇത് ആ രീതിയിലേക്കുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യും പ്രശ്ന പരിഹാരത്തിന് പോകേണ്ടത്. ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാണേണ്ടത് ഒരു പ്രശ്നത്തെ കൃത്യമായി പഠിക്കുകയും എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള ബ്ലാക്ക് ഇക്കോണമി ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ഈ കള്ളപ്പണം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് പഠിച്ചിട്ട് അതിന് പരിഹാരം കണ്ടെത്തലാണ് യഥാർത്ഥത്തിലുള്ള വഴി. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സിംറ്റം, പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പനി വന്നതെന്ന് കണ്ടെത്താതെ നമ്മൾ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ പനിയെ അവിടെ സപ്രസ് ചെയ്ത് നിർത്താം എന്ന് പറയും. പക്ഷേ ആ സപ്രഷൻ പോലും സാധ്യമല്ലാത്ത രീതിയിലാണ് കണക്കുകൾ കാണിക്കുന്നത്. കള്ളപ്പണം എന്ന് പറയുന്നതിന്റെ ബഹുഭൂരിപക്ഷവും ആസ്തിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ട്. അപ്പൊ ആ പോർഷന്റെ അകത്ത് ഈ പറയുന്ന ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു സാധനം, ഇതിന്റെ ഒരു ഗുണഫലം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് ഗുണഫലം ഈ കള്ളപ്പണത്തിന്റെ കേസിൽ ഉണ്ടാവില്ല എന്ന് തന്നെ. കള്ളനോട്ടുകളുടെ കേസിലൊക്കെ കള്ളനോട്ടുകൾ പൂർണ്ണ. പക്ഷേ കള്ളനോട്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ക്യാഷ് ഉപയോഗിക്കുന്നുണ്ട്, കള്ളനോട്ട് ഉണ്ടാവില്ല. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഒരു നിമിഷം മാഡത്തിലേക്ക് തിരിച്ചു വരാം. ജോർജ് കുര്യൻ, താങ്കൾ പറയൂ. ജോർജ് കുര്യൻ. അല്ലല്ല, 30% കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞു. ആസ്തി ആയിട്ട് മാറ്റുമ്പോൾ ആ പണത്തിന് മുഴുവൻ ടാക്സ് അടച്ചിട്ടാണോ ആസ്തിയാക്കുന്നത്? വൈറ്റ് ആകുകയാണ് 23%. ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം.
നമ്മൾ പറഞ്ഞിരിക്കുന്ന വൈറ്റ് ആയിട്ടാണോ 23% ആസ്തിയാകുന്നത്? ആസ്തി ആയി കഴിഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളുടെ സ്ഥലത്തിന് ഡിമോണിറ്റൈസേഷന്റെ ഭാഗമായി സ്ഥലത്തിന് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുമോ? എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ആസ്തി ആവുന്നു. നമ്മൾ ഞാൻ ചോദിക്കുന്നത് എന്താ ട്രാൻസാക്ഷൻ എങ്ങനെയാണ്? അത് നികുതി പണമായി അവിടെ എത്തില്ല എന്നാണ്. നിങ്ങൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ഈ നാട്ടുകാർക്ക് അറിയാം. ഇത് വലിയ ശാസ്ത്രമൊന്നും വേണ്ട. ഞാൻ പറയുന്നത് എന്റേതായിട്ടുള്ള വ്യൂ അല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലുള്ള മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയിലെ റിസർച്ച് ടീം പറയുന്നത് ഇന്ത്യൻ ഇക്കോണമിയിൽ ഈ ഡിമോണിറ്റൈസേഷന്റെ ഫലം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഫാക്സിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാ പറയുന്നത്. ഞാൻ തർക്കിക്കാൻ നിൽക്കല്ല. നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് ഇതിന്റെ ഫേവർ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടോ ശ്രീ ജോർജ് ജോസഫ് പറയാം. ജോർജ് കുര്യന് മറുപടി ഉണ്ടോ? താങ്കൾക്ക് പറയാം. ജോർജ് കുര്യനുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇപ്പം 50 ദിവസം പ്രധാനമന്ത്രി ചോദിച്ചു. ഈ പറഞ്ഞ GDP-യുടെ 30% വരുന്ന ഈ കള്ളപ്പണത്തെ അഡ്രസ്സ് ചെയ്യുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനെ റിവേർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ജനങ്ങൾ 50 അല്ല 500 ദിവസം കൊടുക്കണം. കാരണം തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവം? നമ്മൾ വലിയ ഐസ്ബർഗിൻ്റെ ഒരു ചെറിയ ടിപ്പിനെ, ഒരു ചെറിയൊരു അറ്റത്തൊരു തുമ്പത്തൊരു കാര്യത്തെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായിട്ടും അസറ്റായി മാറിയിരിക്കുന്നു. 65% വരുന്ന ഇന്ത്യയിലെ കള്ളപ്പണം ഇന്ത്യക്ക് പുറത്ത് കിടക്കുന്നു. ഇത് ഏതെല്ലാം റൂട്ടുകൾ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, അതെല്ലാവർക്കും ഇന്നറിയാവുന്ന കാര്യമാണ്. അത് ഭൂമിയിലുണ്ട്, സ്വർണത്തിലുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നു. അവിടെ നിന്ന് ഇന്ത്യയിലെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിനെ നിയന്ത്രിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ ക്രിക്കറ്റിൽ പോലും ഇതിന്റെ വലിയ സ്വാധീനമുണ്ടെന്നുള്ള ഷാനിമോൾ ഈ ചർച്ചയിൽ ഇടപെടുമെന്ന് ഞാൻ കരുതുന്നു. വളരെ ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. ജോർജ് കുര്യൻ, ഷാനിമോൾ ഉസ്മാൻ, ജോർജ് ജോസഫ്, KS കൃഷ്ണ, പ്രൊഫസർ MG മല്ലിക എന്നിവരുണ്ടാകും ഈ ചർച്ചയിൽ. തുടർന്നും ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, പാർലമെന്റിൽ പ്രധാനമന്ത്രി വരാതിരിക്കുന്നതിന് ജോർജ് കുര്യൻ പറഞ്ഞ കാരണങ്ങൾ താങ്കൾ കേട്ടല്ലോ. ഇതിനു മുൻപ് എപ്പോഴൊക്കെയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നിർണായക വിഷയങ്ങളിൽ അദ്ദേഹം പ്രതിപക്ഷത്തെ അഭിമുഖീകരിച്ചിട്ടുള്ളത് എന്നതായിരുന്നു അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത്. 2, അതത് സംഭവങ്ങളിൽ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകുമ്പോൾ പിന്നെ എന്തിനാണ് പ്രതിപക്ഷം മുഖം തിരിഞ്ഞു നിൽക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതിന് മറുപടി പറയാം. ഇപ്പോൾ ആദ്യം തീർച്ചയായിട്ടും ഗോപി, ഇതൊക്കെ ഞാൻ സത്യത്തിൽ ജോർജ് കുര്യൻ്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടിട്ട് വലിയ പ്രയാസം എനിക്കുണ്ട്. കാരണം വലിയ സമ്മർദ്ദത്തിലാണ് അവരൊക്കെ. ഉറങ്ങുന്നവരെ ഉണർത്താൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ ഈ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നത് സാമ്പത്തിക വിദഗ്ധർ അവർ അതിൻ്റെ കണക്കുകൾ വെച്ച് ഉദ്ധരിച്ച് പറയുമ്പോഴും ജോർജ് കുര്യൻ അതിനെ എതിർക്കുകയാണ്. ഇത് കഴിഞ്ഞ 21 ദിവസമായിട്ട് ദേശീയ ചാനലുകളിലും നമ്മുടെ കേരളത്തിലെ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് പറയാൻ പറ്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് തൊട്ട് മുമ്പ് ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഈ രാജ്യം മുഴുവൻ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നമുക്ക് അറിഞ്ഞൂടെ? വഴിയിൽ എവിടെയെങ്കിലും ഒരു വഴിക്ക് ഒരു ചട്ടി പൊട്ടിക്കിടന്നാൽ അതിനെക്കുറിച്ച് ട്വിറ്ററിലൂടെ ജനങ്ങളുമായി ട്വീറ്റ് ചെയ്യുന്ന പ്രധാനമന്ത്രി ഈ നാട്ടിലെ ജനങ്ങൾ 70 പേര്, കണക്കിൽ 70 പേര് മരണമടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നു, കല്യാണങ്ങൾ മുടങ്ങുന്നു, ലോണ് കിട്ടാതെ ആളുകളുടെ വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഓപ്പറേഷൻ നടത്താൻ കഴിയുന്നില്ല, പഠനം നിർത്തിപ്പോകേണ്ടി വരുന്നു, പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കച്ചവടങ്ങൾ അവസാനിക്കുന്നു. ചെറുകിട കർഷകരെ അടക്കമുള്ള ആൾക്കാർ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ എല്ലാം അനുഭവിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇതിനെ സംബന്ധിച്ച് മിണ്ടുന്നില്ല. ജോർജ് കുര്യൻ ഒറ്റ കാര്യം ചെയ്യണം. നമ്മൾ ദിവസവും ഈ ചർച്ച നടത്തുന്ന നിങ്ങൾ തീർച്ചയായിട്ടും RSSന്റെ സൈദ്ധാന്തികനായിട്ടുള്ള ശ്രീ ഗോവിന്ദാചാര്യയെയും BJPയുടെ MP ആയിട്ടുള്ള ശ്രീ ശത്രുഘ്നൻ സിൻഹയെയും അതുപോലെ തന്നെ BJPയുടെ താമര ചിഹ്നത്തിൽ ജയിച്ചു വന്നിട്ടുള്ള രാജസ്ഥാനിലെ കോട്ടയിലെ ശ്രീ ഭവാനി സിംഗ് അടക്കമുള്ളവരെ നിങ്ങളിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പാർട്ടിയുടെ ഒരു സമ്മേളനം വിളിച്ച് നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് ചർച്ച ചെയ്ത് നോക്കൂ. അവിടെയെങ്കിലും ഏതെങ്കിലും മനസാക്ഷിയുള്ള ആളുകൾ, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം അറിയുന്ന ആളുകൾ ഇത് പറയില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി പല ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പാർലമെന്റ് അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുക്കുന്ന കേട്ടു. അവരൊക്കെ പറഞ്ഞത് എന്താ? പ്രധാനമന്ത്രി പാർലമെന്റ് നടപടി നടക്കുന്ന ഹാളിലേക്ക് മാത്രം കയറുകയില്ല, തൊട്ടപ്പുറത്തുള്ള ഹാളിൽ വരും, തൊട്ടപ്പുറത്തുള്ള കഫറ്റീരിയയിൽ വന്നിരുന്ന് സംസാരിച്ചിട്ട് പോകും. പക്ഷേ അദ്ദേഹം പാർലമെന്റിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് കഴിഞ്ഞ കാലങ്ങളിൽ 10 വർഷമൊക്കെ അങ്ങ് മാറ്റിവെക്ക്, കോൺഗ്രസിന് ഒരുപാട് കുഴപ്പങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ അധികാരത്തിൽ വന്നത്. നിങ്ങൾ 2013 ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദി ഛത്തീസ്ഗഡിൽ ജനുവരി 17 നടത്തിയ പ്രസംഗമാണ് പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ്. ഞങ്ങൾ അധികാരത്തിലേക്ക് കടന്നാൽ
വിദേശത്തുള്ള കള്ളപ്പണം കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുന്ന ജോർജ് കുര്യന്റെ ഈ ആലപ്പുഴ ഇരിക്കുന്ന ഷാനിമോൾ ഉസ്മാന്റെ അടക്കം കയ്യിൽ ബാങ്കിൽ 15 ലക്ഷം രൂപ ഇടുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പുറത്ത് നടന്ന് ചർച്ച ചെയ്താൽ മതിയോ? ഇത് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച പറയണമെന്ന് പറയുമ്പോൾ ജനാധിപത്യത്തെ ഞെക്കിക്കൊല്ലുന്ന നടപടികളുമായിട്ടല്ലേ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇന്നിപ്പോ ഈ ചർച്ച നടത്തുമ്പോൾ ഗോപി, എനിക്ക് മനസ്സിന് വലിയ പ്രയാസമുണ്ട്. 7 സൈനികർ മരിച്ചിട്ടുണ്ട് നഗ്രോട്ടയിൽ. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് സൈനികർ ഒരു വഴിക്ക്, ഇന്ത്യയുടെ അതിർത്തികളൊക്കെ തന്നെ അശാന്തമായി തുടരുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ചർച്ചകൾ വഴിതിരിച്ചു വിട്ടുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, കാതലായ വിഷയങ്ങളിൽ നിന്നും ജനങ്ങളെ ഡൈവേർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഒരുതരം പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ശ്രീ ജോർജ് കുര്യൻ അടക്കം ഉള്ള ആളുകൾ, സത്യത്തിൽ കേരളത്തിലെ സാധാരണക്കാർ, നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ പ്രയാസം പറയണം. അത് കോൺഗ്രസിന്റെ അഭിപ്രായമായിട്ട് നിങ്ങൾ പറയണ്ട, പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായമായിട്ട് പറയണ്ട. സാമ്പത്തിക വിദഗ്ധരടക്കമുള്ളവർ, അവർക്ക് പക്ഷം ചേരേണ്ട കാര്യമുണ്ടോ ജോർജ് കുര്യൻ? രാജ്യത്തെ വിനിമയത്തിലുള്ള 85% കറൻസിയും പിൻവലിക്കുമ്പോൾ പ്രാഥമികമായി ഉണ്ടായിട്ടുള്ള സങ്കീർണത പോലും പരിഹരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. താങ്കളും അതിൽ ഇരയാക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളല്ലേ ശ്രീ ജോർജ് കുര്യൻ? ATMകളിൽ പൈസ ഇല്ല, ബാങ്കുകളിൽ പൈസ ഇല്ല, 2000 രൂപയ്ക്ക് ചില്ലറയില്ല, ബാങ്കിന് മുന്നിലുള്ള ക്യൂ ഇപ്പോഴും. അതിന് പുറമെയാണ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ. എങ്ങനെ ന്യായീകരിച്ച് നിൽക്കാൻ കഴിയും താങ്കൾക്ക്? അല്ല ഗോപികൃഷ്ണ, 1,86,000 കോടി രൂപയുടെ അഴിമതി കാണിച്ച മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ അന്ന് പാർലമെൻറ്റിൽ ചർച്ച നടത്തിയ അവസരത്തിൽ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. ഭാരതത്തിലൊരു പാരമ്പര്യമില്ലേ? അതായത് ഒരു രീതിയുടെ അടിസ്ഥാനത്തിലല്ലേ, കീഴ്വഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ 1,86,000 കോടി രൂപ അഴിമതി കാണിച്ച മൻമോഹൻ സിംഗ് പ്രസംഗിക്കാൻ തയ്യാറായില്ല. പ്രസംഗിച്ചതെങ്കിൽ പറയുമായിരുന്നു, സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വേണ്ടിയാണ് 1,86,000 കോടി രൂപ കൊടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അഴിമതി കാണിക്കേണ്ടി വന്നത്. പ്രധാനമന്ത്രി പാർലമെന്റിൽ വരാത്തത് ആ പറഞ്ഞതുപോലെ, അതായത് ആ രീതിയിൽ നരേന്ദ്രമോദി എന്തെങ്കിലും ചെയ്തോ? കൊള്ള ചെയ്യല്ലോ ചെയ്തതോ? കള്ളപ്പണം ഇല്ലായ്മ ചെയ്യുകയല്ലേ ചെയ്തത്? ഇവര് കോൺഗ്രസ്സുകാര് തീർച്ചയായിട്ടും മുമ്പേ പറഞ്ഞതുപോലെ സഹതാപമുണ്ട്. ഷാനിമോൾ ഉസ്മാനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പാർലമെന്റിൽ വരാത്തത് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തെ അദ്ദേഹം എന്തിനാണ് ഭയക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തെ അദ്ദേഹം എന്തിനാണ് ഭയക്കുന്നത്? രാജ്യത്തിന്റെ ചോദ്യങ്ങൾ അദ്ദേഹം എന്തിനാണ് ഭയക്കുന്നത്? കോൺഗ്രസിന് ഒരു പ്രധാനമന്ത്രി ആരെയാണ് ഭയക്കുന്നത് സർ? ജോർജ് കുര്യൻ പ്രധാനമന്ത്രി ആരെയാണ് ഭയക്കുന്നത്? ത്രിപുരയിൽ പോലും 2ാം സ്ഥാനമാണ് BJP. റേഡിയോ പ്രഭാഷണം മതിയോ സർ? റേഡിയോ പ്രഭാഷണം മതിയോ? രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി വേണ്ടേ? കോൺഗ്രസുകാരുടെ കൂടെ ഒരു മനുഷ്യനില്ല. ജോർജ് കുര്യൻ, 4 കോടി ശ്രീ ജോർജ് കുര്യൻ, മൻ കി ബാത്ത് മതിയോ ശ്രീ ജോർജ് കുര്യൻ? പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ? രൂപയായിട്ട് നിന്നു. ജനങ്ങൾ പിന്തുണയ്ക്കുന്നു, നരേന്ദ്രമോദിയെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നു. പിന്നെ എനിക്ക് മൻ കി ബാത്ത് മതിയോ ശ്രീ ജോർജ് കുര്യൻ? പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ? ഷാനിമോൾ ഉസ്മാൻ, അല്ല, ആ പറഞ്ഞ കണക്കെനിക്ക് മനസ്സിലായില്ല. BJP നേതാക്കന്മാര് ഞാൻ ചോദിക്കട്ടെ, കീഴ്വഴക്കങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, വിഷയത്തിൽ നിന്ന് മാറി ഞാൻ പറയുകയല്ല, അദ്ദേഹം ആ ഏത് കീഴ്വഴക്കത്തിന്റെ പേരിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ പോലും, ഈ രാജ്യത്തിന്റെ സുരക്ഷ പോലും അപകടത്തിലാക്കിക്കൊണ്ട് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയത്? അപ്പൊ ഇവിടെ ഈ രാജ്യത്ത് സകല ലക്ഷണങ്ങളും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങളാണ് രാജ്യത്തിന് അപകടമുള്ള സംശയമൊന്നും വേണ്ട. ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ. മല്ലികയിലേക്ക് ഞാൻ പോകുന്നു. ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഇനി കാതലായി പ്രശ്നത്തിലേക്ക് വരട്ടെ. ശ്രീമതി മല്ലിക, എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചു, കണക്കുകളെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. നമ്മുടെ GDP 125 കോടി 41,208 കോടി ആണ് നമ്മൾ കണക്കാക്കുന്നത്. ഇന്ത്യൻ റുപ്പീസ് ആയിട്ടാണ് നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് ഞാൻ തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് ഏകദേശം 25-30% ബ്ലാക്ക് മണി ആണെന്ന് ഞാനല്ല പറഞ്ഞത്, ഇതേപോലെയുള്ള റിസർച്ചിൻ്റെ ഭാഗമായി പറഞ്ഞതാണ്, അല്ലാണ്ട് ഞാൻ അടിച്ചതല്ല. നിങ്ങൾക്കത് അതിൻ്റെതായ സോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. 30% ബ്ലാക്ക് മണി ആണെങ്കിൽ GDPയുടെ 125 കോടി 41,208 കോടി രൂപയിലെ 30% ബ്ലാക്ക് മണി ആണെങ്കിൽ 37 ലക്ഷം കോടി രൂപ ബ്ലാക്ക് മണി ഉണ്ട് എന്നാണ് നമ്മൾ കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 14 ലക്ഷം കോടി രൂപ നിങ്ങൾ പിൻവലിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായും 14 ലക്ഷം കോടി രൂപയും പിൻവലിക്കുകയാണ് മുഴുവൻ ബ്ലാക്ക് മണി ആണെങ്കിൽ തന്നെ ആകെ ബ്ലാക്ക് മണിയുടെ 37
7% മാത്രമാണ് നിങ്ങൾക്ക് ഇത് പൂർണ്ണമായും 14 ലക്ഷം കോടി രൂപയും പിൻവലിക്കപ്പെടുന്നത് ഒക്കെ ബ്ലാക്ക് മണി ആണെങ്കിൽ 37% ബ്ലാക്ക് മണിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിന്റെ മുകളിൽ ഭാഗമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്നത്. ഓക്കെ, ശരി. ഈ പറയുന്ന 14 ലക്ഷം കോടി രൂപയും ബ്ലാക്ക് മണിയാണ് എന്ന് ഇദ്ദേഹം സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെയുള്ള സർക്കുലേറ്റ് ചെയ്യുന്ന 14 ലക്ഷം കോടി രൂപയിലെ ഒരു 10-20% ബ്ലാക്ക് മണിയാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ മൊത്തം ഈ പറയുന്ന 37 ലക്ഷം കോടി ബ്ലാക്ക് മണിയുടെ 7% മാത്രമാണ് കറൻസി എന്ന രീതിയിലേക്ക് ക്യാഷ് ആയിട്ട് ആൾക്കാരുടെ കയ്യിലുള്ളതെന്നും നിങ്ങൾ ഡിമോണിറ്റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ പറയുന്ന എമൗണ്ട് 7% വരുന്ന കള്ളപ്പണത്തെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ കഴിയുമായിരിക്കും പോസിറ്റീവ്ലി. പക്ഷെ അവിടെ തന്നെ എനിക്ക് പറയാനുള്ളത് 7 ലക്ഷം വരുന്ന കള്ളപ്പണം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു, ജോർജ് കുര്യൻ ചോദിച്ച ചോദ്യമുണ്ട്, കള്ളപ്പണം എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ കള്ളപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതി കള്ളപ്പണം എന്ന് പറയുന്ന ഒരു പണമില്ല. ആരുടെ കയ്യിലാണോ പണം ഇരിക്കുന്നത് അതിനനുസരിച്ചാണ് ഇത് കള്ളപ്പണമാണോ വെള്ളപ്പണമാണോ എന്ന് തീരുമാനിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലം രജിസ്ട്രേഷന് പോവുകയാണെങ്കിൽ ആ സ്ഥലത്തിന്റെ മുകളിൽ നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുക എന്ന് പറയുന്ന ഒരു സാധനം, അതായത് സ്ഥലത്തിന്റെ ലാൻഡ് ടാക്സ് നടക്കുന്ന സമയത്ത് ഒരു 30 ലക്ഷം 15-20 ലക്ഷം രൂപയുള്ള ഒരു വീടും ഒരു 5 സെന്റ് സ്ഥലവും കൂടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു 40 ലക്ഷം രൂപയാണ് യഥാർത്ഥത്തിൽ അവർ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് വെക്കുക. അതിനകത്ത് നമ്മൾ പറയുന്നു 20 ലക്ഷമാണ് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള ലാൻഡിന്റെ വിലയെങ്കിൽ ഈ 20 ലക്ഷം രൂപയ്ക്ക് അവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടാവും. ബാക്കി 20 ലക്ഷം രൂപ അവിടുത്തെ പ്ലോട്ടിന്റെ അതിന് മുകളിലുള്ള നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ വിലയാണ്. അതും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ടാക്സ് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരാൾ സ്ഥലം വാങ്ങി വീട് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ ടാക്സ് ബിൽഡിങ്ങിന് നമ്മൾ വേറെ ടാക്സ് ചുമത്തുന്നുണ്ട്. അത് കൂടാതെ ബിൽഡിങ്ങും ലാൻഡും കൂടി എന്ത് ചെയ്യുന്നു, ലാൻഡിന്റെ മുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് 20 ലക്ഷത്തിന് എന്ത് ചെയ്യുന്നു, ആ ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്ന വീടോട് ചേർത്തിട്ട് ഈ ബിൽഡിങ്ങിനുള്ള ടാക്സ് അടക്കുകയും ചെയ്യും. അപ്പൊ ഈ 20 ലക്ഷത്തിന് കണക്ക് കാണിക്കാൻ പറ്റില്ല. ഈ പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, 20%, 20 ലക്ഷത്തിന്റെ സിമ്പിൾ ആൻസർ ഗോപികൃഷ്ണ, ഒരു ആൻസർ. സമയമുണ്ട്. പറയൂ. എനിക്ക് അതിൻ്റെ അകത്ത് മാഡം പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം, എൻ്റെ കയ്യിൽ കുറച്ച് കള്ളപ്പണമുണ്ട്. ആസ്തി എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ സ്ഥലം. അല്ല, ഞാൻ പറയട്ടെ, കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് മല്ലിക മാഡത്തിന് സ്ഥലം വിൽക്കാനുണ്ട്. ഞാൻ എൻ്റെ കള്ളപ്പണം കൊടുത്തിട്ട് മല്ലിക മാഡത്തിൻ്റെ സ്ഥലം വാങ്ങിക്കുന്ന അവസരത്തിൽ ആ ട്രാൻസാക്ഷൻ വൈറ്റ് ആണെങ്കിലല്ലേ ആ കള്ളപ്പണം ഇല്ലാതാകുള്ളൂ? ആ കള്ളപ്പണം വൈറ്റ് ആകുകയാണെങ്കിലല്ലേ ഉള്ളൂ. അതായത് ഞാൻ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മല്ലിക മാഡം ടാക്സ് അടച്ചു കഴിഞ്ഞാലല്ലേ അത് കള്ളപ്പണം അല്ലാതെ ആവുള്ളൂ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, വളരെ കുറച്ച് സമയമേ ഇനി കയ്യിലുള്ളൂ. നമ്മുടെ നാട്ടിലെ ജോർജ് കുര്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിലുള്ള അത്രയും സമയം ഇപ്പോൾ ഈ ചർച്ചയിൽ എന്റെ കയ്യിലില്ല. ജോർജ് ജോസഫിനോട് ഞാനൊരു നിമിഷം. അത് മല്ലിക മാഡം പറഞ്ഞാൽ മതി. ഞാൻ സോഴ്സ് കാണിക്കണ്ടേ, ഒരു ബിൽഡിംഗ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാനത് സോഴ്സ് കാണിക്കണ്ടേ, ടാക്സ് അടക്കണ്ടേ. അപ്പോൾ എവിടെയാണ് കള്ളപ്പണം? ഇവിടുത്തെയുള്ള ഈ രജിസ്ട്രേഷന്റെയും ഈ ടാക്സേഷന്റെയും ഒക്കെ പ്രത്യേകയുടെ ഭാഗമായിട്ടാണ്. രണ്ടുപേർക്ക് നമ്മൾ സമയം കൊടുക്കണം. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിൽ, ബിഗർ എമൗണ്ടിന് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്കുള്ള ട്രാൻസാക്ഷനെ നമുക്ക് കുറെയൊക്കെ ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇടപെടുകയാണ്. എനിക്ക് രണ്ടുപേർക്ക് സമയം കൊടുക്കാനുണ്ട്. ശ്രീ കെ എസ് കൃഷ്ണ, നാളെ മുതൽ 24,000 രൂപ പിൻവലിക്കാൻ വേണ്ടി ബാങ്കിലെത്തുന്നവർക്ക് മുന്നിൽ കൈമലർത്തി നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാകുമോ? അതല്ല, ഈ പറഞ്ഞ മാതിരി പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഈ ചർച്ച കാണുന്ന നാളെ അടിയന്തര ആവശ്യങ്ങൾക്ക് ആവശ്യമായി വരുന്നവർക്ക്, നാളെ ശമ്പളം വീഴുമ്പോൾ ആ പണം കയ്യിലെടുത്ത് അവശ്യ കാര്യങ്ങൾ നടത്താൻ വേണ്ടി എത്തുന്നവർക്ക് മുന്നിൽ പണം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമോ, ബാങ്കുകളുടെ കയ്യിൽ? ശ്രീ കെ എസ് കൃഷ്ണ. തീർച്ചയായും അതാണ് ജനങ്ങളെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ആശങ്ക. ബാങ്ക് ജീവനക്കാരെ സംബന്ധിച്ചുള്ള ആശങ്ക, ആ ആശങ്ക ആണ് മുന്നിലുള്ളത്. അതിന് പരിഹാരം കാണുന്നതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻകൈ എടുത്താൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരം ആകുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇന്നത്തെ അവസ്ഥ ഇന്ന് തന്നെ പല ശാഖകളിലും ഷട്ടർ ഇടേണ്ട സ്ഥിതി വന്നു കഴിഞ്ഞു. അപ്പം നാളെ ശമ്പളം, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ അതിന് പണലഭ്യത റിസർവ് ബാങ്ക് അതിന് മുൻകൈ എടുത്തേ പറ്റൂ. ആ ആശങ്ക പുറത്താണ് ജനങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ തർക്കവിതർക്കത്തിനപ്പുറം ജനങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്ക പരിഹരിക്കുന്നതിന് ധനമന്ത്രാലയവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നാണ് ജനങ്ങളെ സംബന്ധിച്ചുള്ള വിഷയം. അവിടെ വിഷയങ്ങൾ, ലോജിസ്റ്റിക്സിൻ്റെ പ്രശ്നം റിസർവ് ബാങ്ക് ഉന്നയിക്കുന്നുണ്ട്. മുഷിഞ്ഞ നോട്ടാണ് ഇപ്പോൾ സർക്കുലേഷൻ വിടുന്നത്. അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് കൂടുതൽ കറൻസി നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്തില്ല എങ്കിൽ
ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രയാസം വർദ്ധിക്കുകയുള്ളൂ. അതിന് പരിഹാരം കാണുന്നതിൽ നടപടി എടുത്തില്ല എങ്കിൽ ഞങ്ങൾ ഭയപ്പെടുന്നു ബാങ്ക് ശാഖകളിലൊക്കെ തന്നെ പ്രയാസകരമായ സ്ഥിതിവിശേഷം ഉണ്ടാകും. മറ്റതിഥികളെല്ലാം എന്നോട് ക്ഷമിക്കണം. 2 മിനിറ്റാണ് ഇനി എന്റെ കയ്യിലുള്ളത്. 2 മിനിറ്റാണ് എന്റെ കയ്യിലുള്ളത്. ശ്രീ ജോർജ് ജോസഫിന് ഞാൻ 1 മിനിറ്റ് കൊടുക്കുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ 1 മിനിറ്റ് കൊടുക്കുന്നു. മറുപടി പറയാൻ ജോർജ് കുര്യൻ ഉണ്ടാകും. മാഡവും എന്തോ സംസാരിക്കാനുണ്ട്. വളരെ പെട്ടെന്ന് ശ്രീ ജോർജ് ജോസഫ്, പെട്ടെന്ന്. അല്ല, അതായത് ഗോപി, ഇതിൻ്റെ സങ്കീർണത ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നാളെ നമുക്കറിയാം ഇത് ഈ 1-ാം തീയതിക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ ഈ ആവശ്യ സാധനങ്ങളുടെ വാങ്ങലും ധനവിനിമയവും അടുത്ത 2 ആഴ്ചകളിലാണ് നടക്കുന്നത്. കാരണം 1-ാം തീയതിയാണ് എല്ലാവരുടെയും പണം എത്തുന്നത്, ശമ്പളം കിട്ടുന്നത്. ആ ശമ്പളം കിട്ടുന്ന പണം നേരെ മാർക്കറ്റുകളിലേക്കും അതുപോലുള്ള മറ്റ് പല രീതികളിലേക്കും പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ പണം മാർക്കറ്റിലേക്ക് വരുന്നില്ല എങ്കിൽ വ്യാപാരത്തിലുണ്ടാകാൻ പോകുന്നൊരു തകർച്ച, ഇതിൻ്റെ ഈ ആശങ്ക കച്ചവടക്കാർ പങ്കുവയ്ക്കുന്നതാണ്. ഞാനൊരു കച്ചവടക്കാരനല്ല, പല കച്ചവടക്കാരുമായിട്ടും വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കയാണ്. മാസത്തിൻ്റെ ആദ്യത്തെ 2 ആഴ്ചയിലാണ് അവർ കുറച്ച് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ ആ രീതിയിൽ പണം മാർക്കറ്റിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുഴുവൻ വ്യാപാര മേഖലയും തളർത്തിയും അതീവ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് എത്തും. എനിക്ക് പറയാനുള്ളത്, ഈ പ്രപഞ്ചത്തിൽ ഹിറ്റ്ലറുടെയും അതുപോലെ തന്നെ തുഗ്ലക്കിന്റെയും കാസറ്റ് നോക്കിക്കൊണ്ട് ഭരണം നടത്തുന്ന ഏക ഭരണാധികാരി നരേന്ദ്രമോദിയാ. ചങ്കൂറ്റമുള്ള ഭരണപരിഷ്കാരങ്ങൾ നടത്തിയ ആളുകളുടെ ഭരണം നോക്കി മുന്നോട്ട് പോകാൻ തയ്യാറാവണം. ജോർജ് കുര്യൻ, മറുപടി. അതായത് ഈ ശമ്പളം വരുന്ന ദിവസം മുഴുവൻ പൈസയും ഈ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ജോലിക്കാർ പിൻവലിക്കാറില്ല. 24,000 രൂപ ഏതായാലും പിൻവലിക്കാമല്ലോ ഒരാഴ്ചത്തേക്ക്. അതുകൊണ്ട് മാർക്കറ്റില് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ല, 24,000 കിട്ടും. ഇത് ബന്ധുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഈ കൃഷ്ണ പറഞ്ഞതിൽ കുഴപ്പമുണ്ട്. വാഹനങ്ങൾ ഓടിയിട്ടില്ല. ഇന്നലെ ബാങ്കിൽ ഉദ്യോഗസ്ഥന്മാരെത്തിയിട്ടില്ല. വാഹനങ്ങൾ ഓടാൻ സാധിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സംഭവിച്ചത്. 24,000 രൂപ ഒറ്റയടിക്ക് എവിടുന്നെങ്കിലും താങ്കൾ എടുത്തോ? ചർച്ചയ്ക്ക് വേണ്ടി നുണ പറയരുത്. 24,000 രൂപ എടുക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. കിട്ടിയോ? ഏത് ബാങ്കിൽ നിന്ന് കിട്ടി? കിട്ടി. എനിക്ക് പറയാനുള്ളത്, നമ്മള് ജോർജ് കുര്യൻ ഇത് ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി ടീം നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. അത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിലുള്ള റിപ്പോർട്ടാണ്. അതിന്റെ അകത്ത് പറയണമെന്ന് വെച്ചാൽ ഇതിന്റെ മാക്രോ എക്കണോമിക് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിയിലെ ഇമ്പാക്റ്റിനെ കുറിച്ച് ഇത്തരത്തിലേക്കുള്ള ഒരു നല്ല പിക്ചർ അല്ല അതിന്റെ അകത്ത് കാണുന്നത്. അത് നമ്മളാരും പറഞ്ഞ് എഴുതിണ്ടാക്കിയിട്ടല്ല, മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിലുള്ള റിസർച്ച് ടീം എഴുതിയിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടുകളൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം താങ്കൾ ഇത്തരം ചർച്ചയ്ക്ക് ഇടപെടുകയാണ്. 30 ദിവസം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്തായിരിക്കും രാജ്യത്തോട് പറയാൻ പോവുക? എങ്ങനെയാണ് ജനത്തെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണണം. വളരെയധികം നന്ദി ശ്രീ ജോർജ് കുര്യൻ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ KS കൃഷ്ണ, പ്രൊഫസർ MG മല്ലിക ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സുമായി PT നാസറത്തും കാണും. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.